വീട്ടിൽ നിൽക്കുമ്പോഴും ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതലുള്ളത് സീരിയൽസിലേക്കാണ് മലയാളം ചെയ്തുകൊണ്ടത്. പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ പിള്ളേരൊക്കെ വന്നത് കൊണ്ടാണ് തമിഴിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങോട്ട് പോകേണ്ടില്ല. അപ്പോൾ കൂടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. രണ്ട് കംഫർട്ടബിളാണ്, രണ്ട് ലാംഗ്വേജ് കംഫർട്ടബിളാണ്. ഇപ്പോൾ ഹോളിഡേ അല്ല, എന്തുകൊണ്ടാണ് സിനിമ നോക്കാതെ സീരിയലിൽ എല്ലാവരും പറഞ്ഞ ഒരു സിനിമ ആണ് ഇച്ചിരൂടെ സീരിയൽ തന്നെ നിൽക്കാൻ കാരണം എന്താണ്? ഒരിക്കലുമില്ല. അങ്ങനെ സീരിയലിൽ തന്നെ നിൽക്കുന്നു അങ്ങനെയില്ല. ബെറ്റർ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരണം. നല്ല ഓപ്പർച്യൂണിറ്റീസ് ആകുമ്പോൾ ഭയങ്കര സംഭവം വരണമെന്ന് ലൈക്ക് വളരെ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇരിക്കണം. മലയാളികൾക്ക് കുറേ ആൾക്കാർക്ക് അറിയാം ലൈക്ക് ഇന്ത്യക്ക് സിസ്റ്റം ഉണ്ട്. ബട്ട് ആരും വിളിച്ച് ലൈക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ ഇത്ര ക്യാരക്ടേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചൊന്നും ചോദിക്കുന്നില്ല. വീട്ടിലാണ് കാരണം. അല്ലാതെ ഞാനായിട്ട് പോയി എവിടെ മാറി നിൽക്കുന്നു ചാൻസ് ചോദിക്കാറില്ലേ? തമിഴിലാണോ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് അവര് നമ്മൾ മലയാളികളായോണ്ടല്ല. മലയാളിക്ക് അവിടെ ഇഷ്ടംപോലെ മലയാളികളും വരുന്നുണ്ട്. നമ്മൾ തന്നെ മലയാളികളുണ്ട്. പക്ഷെ തമിഴും ഇഷ്ടംപോലെ ടാലന്റഡ് ആക്ടേഴ്സ് ഉണ്ട്. അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. ബട്ട് എന്തോ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒന്ന് വന്ന് ഈ ക്യാരക്ടർ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഹീറോയിൻ ചെയ്തു, ഇപ്പോൾ ഗസ്റ്റ് ഒരുപാട് ചെയ്തു. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസസ് നിറയെ കൊടുക്കാൻ എനിക്ക് പറ്റി. കാരണം അവരത് ചെയ്യുന്നുണ്ടോ, ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടോ അത് വിളിച്ച് ചോദിക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവിടെ ആയിപ്പോയതാണ്. അത് ഞാനായിട്ട് മലയാളത്തിൽ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്, പക്ഷെ പെർമനന്റ് എന്ന് പറഞ്ഞിട്ട് ആരും ഇല്ല. അതല്ലെങ്കിൽ ആക്ടേഴ്സ് നല്ലതല്ലേ. പക്ഷെ തമിഴിൽ അങ്ങനെയല്ലല്ലോ. ഒരു ഇതായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ വഴി തന്നെ അല്ലെങ്കിൽ നല്ലൊരു പിന്നീട് ചെറിയ റോൾ ആണെങ്കിൽ പോലും പിന്നീട് വിളിക്കും. മലയാളത്തെ അങ്ങനെ വിളിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു നിങ്ങൾ നമ്മുടെ ഇങ്ങനെ പക്ഷെ മുന്നേ ചെയ്ത പോലെ അല്ല എന്താ ചെയ്യുന്നുണ്ടോ ആഗ്രഹമുണ്ടോ എന്തായാലും വിളിച്ചു. ആ ഒരു ഫാക്ടർ മലയാളികളുടെ കയ്യിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ ആയിപ്പോയി. അവസാനം അവിടെ തന്നെ സെറ്റിൽ ആവില്ലേ? അറിയില്ല കേട്ടോ. ഞങ്ങളുടെ സ്വന്തം വീട് അറിയാലോ, ട്രിവാൻഡ്രത്താണ്. ഞാൻ ജസ്റ്റ് ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ കൊച്ചിയിൽ ഇതുപോലെ ഷോസ് പിന്നെ അവിടെ മൂവീസിനൊക്കെ ഇതിലിവിടെ വരാം. ബാക്കിയാണ് ചെന്നൈ, ട്രിവാൻഡ്രം പോക്കുവരെ പോലെ. ചേച്ചിയോട് ഞാൻ ചോദിച്ചാറുണ്ടോ അപ്പൊ മലയാളത്തിൽ എനിക്ക് അവസരങ്ങൾ ഒന്ന് റെക്കമെൻഡ് ചെയ്തോ ചോദിക്കാൻ? അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടും കിട്ടാത്തത് കൊണ്ടും മാത്രമാണ് മലയാളത്തിലുള്ളത്. അല്ലാതെ ഞാനായിട്ട് അഹങ്കരിച്ച് എവിടെയും പോയിട്ടില്ല. നല്ല കാര്യങ്ങൾ ആൾക്കാർ വന്ന് ചോദിക്കുകയാണ്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതുപോലുള്ള ഒരു ക്യാരക്ടർ ട്രൈ ചെയ്യാനുണ്ടോ, ലൈക്ക് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട് ആണെങ്കിൽ പിന്നെ നമ്മളത് കേൾക്കാതെ വിടുമോ? തമിഴിൽ പ്രൊജക്റ്റ് തമിഴിൽ അതെ ഇപ്പൊ കഴിഞ്ഞ വെളിയിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് മൂവീസ് ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. തീർച്ചയായും വലിയ വലിയ റോളുകൾ കാണാൻ എത്തിക്കട്ടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Plus ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.